ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ബ്രോസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖിൽ. അപ്പോൾ നമ്മൾ ഇന്ന് സ്നേക്ക് ഫിഷിങ്ങിനാണ് വന്നേക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസ് ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് അസക്കിയുടെ റീല്, പിന്നെ നമ്മുടെ മാക്കോയല്ല ഇന്ന് അസക്കി എടുത്തേക്കുന്ന കേട്ടോ, സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. പിന്നെ ലൈനും കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ്. പിന്നെ ഫ്രോഗ്, ഇത് ബേബി ഫിഷിൻ്റെ ഒരു ഫ്രോഗ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ റോഡ് ഒന്നും ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. രാവിലെ വന്നിട്ടുണ്ട്, 6 മണി ആയതേ ഉള്ളൂ. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന്. ഓക്കെ,
അടിപൊളി. ഇതൊരു 1.25 കിലോ റേഞ്ച് കാണും. അടിപൊളി. എത്ര ആയാലും അറിഞ്ഞിട്ടാ ഇറങ്ങി വന്നേ. എനിക്കറിയായിരുന്നു അവിടുന്ന് മീൻ അടിക്കുമെന്ന്. നല്ലൊരു ചെറുമീൻ കേട്ടോ. ഇത്തിരി സൈസ് ഉണ്ട് കണ്ടോ. അടിപൊളി. എനിക്ക് അവിടുന്ന് മീൻ അടിക്കുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ടാണ് നിന്ന് അറിഞ്ഞത്. കണ്ടോ പോകണോടാ. ആണോ ആണല്ലേ എന്താ വിളിക്കാം. ഉണ്ടോ ബസ്സാണ്. ഓക്കെ ഇല്ലാടി ഉണ്ടോ. ഇത് നല്ല വണ്ണമുണ്ട് കേട്ടോ, നല്ല കൊഴുത്തിരിക്കുന്ന വലുപ്പത്തിനുള്ള സൈസ് ഉണ്ട് ഇതിന്. ഓക്കെ വയസ്സേ നമുക്ക് ഇതിൻ്റെ ഹുക്ക് ഊരിയാക്കാം കേട്ടോ. അടുത്ത് വന്നേ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇത് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ 2 കിലോ സൈസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കല്ല നല്ല വെയിറ്റ് ഉണ്ട്, പിടിച്ചു നോക്കിയിട്ടും. അപ്പം അതൊക്കെ ഇതിനകത്ത് ടാക്കിയേക്കാം. ചാടാനൊന്നും തോന്നരുതേ. നമുക്ക് മീനടിയ സ്പോട്ടും ഉണ്ട്. നമ്മൾ വന്നപ്പോൾ തൊട്ട് അവിടെ തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാമായിരുന്നു അവിടെ മീൻ കാണുമെന്നും. മീൻ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇറങ്ങി വരുമ്പോൾ അടിച്ച് തന്നെ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് അടിക്കുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ആ രീതിയിൽ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് ഉണ്ട്. ഇപ്പോൾ വന്ന് കയറിയുണ്ടല്ലോ. ഒരു 2 കിലോ സൈസ് ഉണ്ട് കേട്ടോ. നമുക്കല്ല 2 കിലോ സൈസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യും. അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ പോടയുടെ ഇടയ്ക്ക് ആ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള മീനെല്ലാം ആ ഒരു തെളിവിനകത്ത് വന്ന് എയർ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ വേറെ അവിടെ കിട്ടുമെന്ന്. Ah. Ini udah.
അല്ല വേണ്ട വേണ്ട വീഡിയോ എടുക്കുമല്ലേ? ശരി, അതിനൊരു മീൻ അടിച്ചത് പോകുന്ന അറിയത്തില്ല, ഇത് ഉടക്കി കിടക്കുക. മനക്കണ്ട ഞാൻ എടുത്തോളാം. പൂവാരിക്കും കിട്ടും. ഇന്ന് പിടയ്ക്ക് വേണമെന്ന് ഇറങ്ങി പോരുവായിരുന്നു. എന്നാ ഗതികേടാന്ന് ഓർത്തോ. വെള്ളം പോണ പോട്ടെ. ഇനി നടക്കണ്ട. പോകാൻ ഞാൻ കണ്ടു. ചെറിയൊരു ഉടക്കമുണ്ട്. ഇത് കണ്ടോ, കുഞ്ഞൊരുടക്കമുള്ളു. ഇത് അവിടെ സ്റ്റോമിൻ്റെ സർപ്പൻറ്റീനോ ഇല്ല, അതിൻ്റെ കോപ്പി കേട്ടോ ഈ റോവ്. എന്നാലും അടിച്ചു വാഹ. വാ തുറക്കുന്നില്ലോടെ. ഇതേ കണ്ടോ, കണ്ടോ വാഹ. ഒരു 1.5 കിലോ ആണ്. 1.5 കിലോ ഉണ്ട്. 1.5 കിലോയ്ക്ക് മേളിലുണ്ടെങ്കിലും ഇല്ല, 1.5 കിലോ ഉണ്ടോ. പിന്നെ നമ്മൾ കളയുന്നില്ല കേട്ടോ. നമുക്കൊരു ഓർഡറുണ്ട് ഒരു പുള്ളിക്ക് വളർത്താൻ വേണ്ടി. നമ്മളിങ്ങനെ കളയില്ല, വാഗ കിട്ടുവാണെങ്കിൽ കളഞ്ഞാക്കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനോടെ കൊടുക്കണം. ഒത്തിരി പേരെ അടുത്ത് പിടിക്കുന്നില്ല. ചെറിയൊരു ഡാമേജ് ഉണ്ട് കണ്ണിൻ്റെ അവിടെ. അവിടെ കേൾക്കുന്നുണ്ടോ, ഉക്കായതുണ്ടോ, ഒറ്റ ഉക്കേ ഉള്ളൂ. ആ പുള്ളിക്ക് ഭാഗ്യമുണ്ട് ഈ ഒരു വാഗ കിട്ടുന്നത്. ഒത്തിരി ആൾ കൂടി ഒരു വാഗ കിട്ടുന്നത് കേട്ടോ, ചെറുതാണല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് ഇട്ടേക്കാം. ഇത് കണ്ടോ, ഉക്ക് കാണിച്ചാ. ഇത്തിരി കീറി പറിക്കാൻ എടുക്കണം. ക്ലോസ് ചെയ്ത് കാണിച്ചേക്കെ, ക്ലോസ് ആക്കി. കുഴപ്പമില്ല, അടപ്പുണ്ട്. ഉണ്ടോ നോക്കാം.
എല്ലാം കിട്ടും. ഈ ഇടപാട് തീർന്നു പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാസ്റ്റ് ഞാൻ കഴിഞ്ഞു കേട്ടോ. നമുക്ക് കിട്ടിയ ഒരു ചെറുമീനും ഒരു വാഹ ഇന്ത്യ ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ പോവാം. അപ്പം വെയിലായി തുടങ്ങി. അപ്പോൾ മാത്രമല്ല പച്ചക്കാനും തുടങ്ങി. ഒന്നും കഴിക്കാനൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലം ബൈ.